ഏകദേശം 3200 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് BC 1111-ൽ പുരാതന ഈജിപ്ത് അതിന്റെ പ്രതാപത്തിന്റെ അവസാന നാളുകളിലൂടെ കടന്നുപോവുകയായിരുന്നു. ഫറവോ റാംസേസ് ഒമ്പതാമന്റെ ഭരണകാലം. നൈൽ നദിയുടെ ഇരു കരകളിലും വ്യാപിച്ചു കിടക്കുന്ന തീബ്സ് നഗരം പകൽ സമയത്ത് തിരക്കേറിയതും സമ്പന്നവുമായിരുന്നു. എന്നാൽ രാത്രിയുടെ നിശബ്ദതയിൽ നൈൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ശ്മശാന നഗരത്തിൽ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ട ആ വൻ കവർച്ചയുടെ കഥയാണിത്. ഇത് വെറുമൊരു മോഷണമല്ല. ദൈവങ്ങളായി ആരാധിക്കപ്പെട്ടിരുന്ന രാജാക്കന്മാരുടെ മൃതദേഹങ്ങളെ അപമാനിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ അവർ കൊണ്ടുപോയ സ്വർണവും രത്നങ്ങളും പിടിച്ചുപറിച്ച 8 പേരുടെ കഥയാണ്. അക്കാലത്ത് ഈജിപ്ത് വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. പട്ടിണിയും വിലക്കയറ്റവും ജനങ്ങളെ വലച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം പോലും കൃത്യമായി നൽകാൻ ഫറവോയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ ദാരിദ്ര്യമാണ് പവിത്രമായി കരുതപ്പെട്ടിരുന്ന ശവകുടീരങ്ങളിലേക്ക് കൈനീട്ടാൻ ചിലരെ പ്രേരിപ്പിച്ചത്. ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നത് മരിച്ചവർക്ക് അവരുടെ സ്വർണവും ഭക്ഷണവും അടുത്ത ജീവിതത്തിൽ ആവശ്യമാണെന്നാണ്. അതുകൊണ്ടുതന്നെ വാലി ഓഫ് ദ കിങ്സ് എന്നറിയപ്പെടുന്ന താഴ്വരയിലെ ഓരോ കല്ലറയ്ക്കുള്ളിലും ടൺ കണക്കിന് സ്വർണവും അമൂല്യ വസ്തുക്കളും നിക്ഷേപിക്കപ്പെട്ടിരുന്നു. ഇത് സംരക്ഷിക്കാൻ കാവൽക്കാരുണ്ടായിരുന്നെങ്കിലും ദാരിദ്ര്യം അവരെയും അഴിമതിക്കാരാക്കി. ഈ കഥയിലെ പ്രധാന വില്ലൻ ആമൻ പാനുഫർ എന്ന കൽപ്പണിക്കാരനായിരുന്നു. രാജകീയ ശവകുടീരങ്ങളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള അവന് കല്ലറകളുടെ ഓരോ രഹസ്യവഴികളും അറിയാമായിരുന്നു. അവൻ തന്റെ കൂടെ 7 പേരെ കൂടി കൂട്ടി. ഇതിൽ 2 തോണിക്കാരും ഒരു കർഷകനും ഉൾപ്പെട്ടിരുന്നു. അവർ തിരഞ്ഞെടുത്തത് ഫറവോ സൊബേകെംസാഫ് രണ്ടാമന്റെയും അദ്ദേഹത്തിന്റെ രാജ്ഞിയായ നുബേഖാസിന്റെയും ശവകുടീരമായിരുന്നു. ഒരു രാത്രിയിൽ കനത്ത ഇരുട്ടിന്റെ മറവിൽ അവർ ആ കുന്നിൻ ചെരുവിലെത്തി. കയ്യിൽ ചെമ്പുകൊണ്ടുള്ള ആയുധങ്ങളും ഉളികളുമുണ്ടായിരുന്നു. ആമൻ പാനുഫറുടെ പ്ലാൻ കൃത്യമായിരുന്നു. മുൻവാതിൽ വഴി പോയാൽ കാവൽക്കാർ പിടിക്കും. അതുകൊണ്ട് അവർ കല്ലറയുടെ പിൻഭാഗത്തുകൂടി പാറ തുരക്കാൻ തുടങ്ങി. മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവർ ആ കല്ലറയുടെ ഉള്ളിലെത്തി. ഉള്ളിൽ പ്രവേശിച്ച് അവർ കണ്ട കാഴ്ച വർണ്ണനാതീതമായിരുന്നു. ചുമരുകളിൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ, തറയിൽ സ്വർണ്ണാഭരണങ്ങൾ ചിതറിക്കിടക്കുന്നു. മധ്യഭാഗത്തായി രാജാവിന്റെയും രാജ്ഞിയുടെയും കൂറ്റൻ ശവപ്പെട്ടികൾ. അവർ ആ ശവപ്പെട്ടികൾ തല്ലി തകർത്തു. പിന്നീട് നടന്നത് അത്യന്തം ക്രൂരമായ പ്രവൃത്തികളായിരുന്നു. ഫറവോയുടെ മൃതദേഹത്തിൽ പൂശിയ സ്വർണ്ണപ്പാളികൾ അവർ ഓരോന്നായി ഇളക്കിയെടുത്തു. രാജാവിന്റെ കഴുത്തിലെ മാലകളും കൈകളിലെ വളകളും അവർ പിച്ചി ചീന്തി. രാജ്ഞിയുടെ മൃതദേഹവും അവർ ഇതേപോലെ അപമാനിച്ചു. അവരുടെ ആഭരണങ്ങളും സ്വർണ്ണക്കട്ടിലുകളും പാത്രങ്ങളും എല്ലാം അവർ കൈക്കലാക്കി. ഏകദേശം 32 കിലോയോളം സ്വർണമാണ് അന്ന് അവർ കവർന്നത്. തെളിവ് നശിപ്പിക്കാനായി അവർ ആ ശവക്കല്ലിറക്കി തീയിട്ടു. സ്വർണവുമായി അവർ നൈൽ നദി മുറിച്ചുകടന്ന് സുരക്ഷിത സ്ഥാനത്തെത്തി.